കായംകുളം നഗരസഭയുടെ ഭിന്നശേഷി കലോത്സവമായ ശലഭോത്സവം 2025 വെള്ളിയാഴ്ച കായംകുളം TA കൺവെൻഷൻ സെന്ററിൽ നടക്കും. അഡ്വക്കേറ്റ് യു പ്രതിഭ MLA ഉദ്ഘാടനം ചെയ്യും. കായംകുളം നഗരസഭയുടെ 2024-2025 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള ഭിന്നശേഷി കലോത്സവം ശലഭോത്സവം 2025 വെള്ളിയാഴ്ച കായംകുളം TA കൺവെൻഷൻ സെന്ററിൽ നടക്കുമെന്ന് കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ P. ശശികല അറിയിച്ചു. ഭിന്നശേഷി കലാമേള ശലഭോത്സവം 2025 ഫെബ്രുവരി 28-ന് TA കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് നടക്കുകയാണ്. വ്യത്യസ്തമായ കഴിവുകളുള്ള കുട്ടികൾക്ക് അവ പ്രകടിപ്പിക്കാൻ വേദിയൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ കായംകുളം നഗരസഭ ഭിന്നശേഷി കുട്ടികൾക്കായി ശലഭോത്സവം എന്ന പേരിൽ കലോത്സവം സംഘടിപ്പിച്ചത്. വിവിധ കലാമത്സരങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. നൃത്തവും പാട്ടും അടക്കം ഒരുപാട് കലാമത്സരങ്ങളുണ്ട്. നമ്മുടെ ഇവിടെയുള്ള 3-4 സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളാണ് അവിടെ പങ്കെടുക്കുന്നത്. സാകേതം, മിസ്പ, നമ്മുടെ ഓട്ടിസം സെൻറ്റർ എന്നിവിടങ്ങളിലുള്ള കുട്ടികളും നമ്മുടെ അംഗനവാടി പഠിക്കുന്ന കുട്ടികളടക്കം ഭിന്നശേഷികളായിട്ടുള്ള കുട്ടികളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. എല്ലാ കുട്ടികൾക്കും വേണ്ട പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് അവരെ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു ശലഭോത്സവം കലാമേള നടത്തുന്നത്. അതിൽ കൂടി അവർക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള ഉല്ലാസങ്ങളടക്കം അവരുടെ വീട്ടുകാർക്ക് നല്ലൊരു പ്രചോദനമാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞങ്ങൾ പദ്ധതി വെച്ചിട്ടാണ് ഈ പരിപാടി നടപ്പാക്കുന്നത്. കായംകുളം നഗരസഭ ഭിന്നശേഷി കലാമേള കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ നല്ല നിലയിലാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. വളരെ മനോഹരമായ രീതിയിൽ കുട്ടികളുടെ കലാപരിപാടികളും അവരുടെ സർഗവാസനകളും ഈ കായംകുളത്ത് സംഘടിപ്പിച്ചു വരികയാണ്. തീർച്ചയായും കായംകുളം നഗരസഭ ഒരു ഭിന്നശേഷി സൗഹൃദ നഗരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ സംഘടനകൾ വിവിധ ആവശ്യങ്ങളാണ് കഴിഞ്ഞ ഭിന്നശേഷി വാർഡ് സഭയിൽ ഉന്നയിച്ചിരിക്കുന്നത്. അവർക്കൊരു റീഹാബിലിറ്റേഷൻ സെൻറ്റർ കായംകുളത്ത് രൂപീകരിക്കണം. അതുപോലെ തന്നെ അവർക്ക് ഭിന്നശേഷിക്കാരുടെ രോഗികളായിട്ടുള്ള ആളുകൾക്ക് മരുന്ന് വാങ്ങുന്നതിന് നഗരസഭ പദ്ധതിയിൽ പണം വെക്കുക. ഇങ്ങനെയുള്ള വിവിധ ആവശ്യങ്ങളാണ് വാർഡ് സഭയിൽ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ പദ്ധതി വർഷത്തിലും ഒട്ടേറെ ആനുകൂല്യങ്ങൾ നഗരസഭ നൽകിയിട്ടുണ്ട്. ഭിന്നശേഷിക്കാരുടെ സ്കോളർഷിപ്പ്, അതുപോലെ തന്നെ 14ലധികം ആളുകൾക്കാണ് അവർക്ക് സ്കൂട്ടർ നൽകിയിട്ടുള്ളത്. അങ്ങനെ വിവിധങ്ങളായ ജനസൗഹൃദ പദ്ധതികളാണ് നഗരസഭ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ നമുക്കറിയാം ഭിന്നശേഷി മേഖലയിലെ ഒട്ടേറെ പ്രതിഭകൾ നമ്മുടെ ഈ ഭിന്നശേഷി കലാമേളയിൽ എത്തുകയുണ്ടായി. അതിൽ മുഹമ്മദ് യാസിന്, ആദിത്യ സുരേഷ്, കൺമണി, അതുപോലെ ചോട്ടാ ബിബിൻ തുടങ്ങിയിട്ടുള്ള പ്രതിഭകളായിട്ടുള്ള ഈ മേഖലയിലെ ആളുകൾ നമ്മുടെ ഭിന്നശേഷി മേളയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഈ മേളയിലും നല്ല നിലയിൽ ഈ മേള സംഘടിപ്പിക്കാൻ ഞങ്ങൾ അതീവമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വ്യത്യസ്തമായ കഴിവുള്ള കുട്ടികൾക്ക് അവ പ്രകടിപ്പിക്കാൻ വേദിയൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ശലഭോത്സവം സംഘടിപ്പിക്കുന്നത്. വിവിധ കലാമത്സരങ്ങളാണ് ഇതിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഭിന്നശേഷി കുട്ടികളുടെ ഈ സംഗമവേദി കൂടിയായി ശലഭോത്സവം മാറും. നൃത്തം, സംഗീതം തുടങ്ങിയ ഇനങ്ങളിൽ വിവിധ മത്സരങ്ങൾ നടക്കുന്നുണ്ട്. TA കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന കലോത്സവം അഡ്വക്കേറ്റ് യു പ്രതിഭ MLA ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ നടക്കും. സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും ആദരിക്കലും സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ ഡോക്ടർ PT ബാബുരാജ് നിർവഹിക്കും. ഭിന്നശേഷിക്കാരുടെ ആവശ്യങ്ങളും പ്രശ്നങ്ങളും കമ്മീഷണറുമായി ചർച്ച നടത്താൻ അവസരമൊരുക്കുമെന്നും P. ശശികല പറഞ്ഞു. നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ S. കേശുനാഥ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മായാദേവി, LDF പാർലമെന്ററി പാർട്ടി ലീഡർ ഹരിലാൽ, കൗൺസിലർമാരായ റിജി മാവനാൽ, ഷെമിമോൾ, ഗംഗാദേവി, ICDS സൂപ്പർവൈസർ മോനി ഫിലിപ്പ് തുടങ്ങിയവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം.